ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇത് ഞാൻ വരയ്ക്കുന്നതാണ് കേട്ടോ. നമ്മുടെ വെറും വെള്ള 1 രൂപയുടെ ഷീറ്റ് പേപ്പറും വെറും 3 രൂപയുടെ ഒരു പേനയും വെച്ചിട്ട് നമുക്കെങ്ങനെ അടിപൊളിയായിട്ട് പൂ വരയ്ക്കാം, പടം വരയ്ക്കാം. വെറും സിമ്പിളാണ്. ആ ഒരു ഇലയൊക്കെ വരയ്ക്കുന്നുണ്ടോ? സിമ്പിൾ 2-3 വര ഞാൻ പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരയ്ക്കുമ്പോൾ പടമായി. അറിയാവുന്നവർക്ക് എളുപ്പം, അറിഞ്ഞുകൂടാത്തവർക്ക് ഭയങ്കര പാടും. ഇതൊക്കെ ഞാൻ സ്കൂളിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കുറച്ചൊക്കെ വരച്ചിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ എല്ലാ കൊച്ചുങ്ങൾക്കൊക്കെ കൂട്ടുകാരൊക്കെ ബുക്കുകളിലൊക്കെ വരച്ചെടുക്കാൻ പറയും, വരച്ചു കൊടുക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 8, 9, 10 ക്ലാസ്സുകളുടെ സമയങ്ങളിൽ ഒരുപാട് കൂട്ടുകാരുടെ നിനക്കറിയാവുന്ന പൂ ഒന്ന് വരച്ചു തരൂ, എനിക്ക് ആ പെൺകൊച്ചിനോട് കൊടുക്കാൻ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പറഞ്ഞ് എൻ്റെ ഒന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരും വെളിയിലെ ക്ലാസ്സിലുള്ള കൂട്ടുകാരും ഒക്കെ വന്ന് വരപ്പിക്കുമായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഡയറിയൊക്കെ മേടിച്ചിട്ട് എൻ്റെ തന്നു വിടുമായിരുന്നു. അതിനകത്ത് ഫ്രണ്ട് പേജിൽ ഇതുപോലെ പടം വരച്ച് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് പടങ്ങൾ വരച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പടം വരച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അറബി കോളേജിലാണ് പഠിച്ചത്. അപ്പം കടയ്ക്കൽ MS മൗലവി എന്ന് പറഞ്ഞ മഹാനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ മരിച്ചുപോയി. സ്വർഗം കൊടുക്കട്ടെ, പാവങ്ങളെല്ലാം പുറത്തും കൊടുക്കട്ടെ. അപ്പം ആ മനുഷ്യൻ അവിടെ മാഗസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ എന്നെ കൊണ്ടിങ്ങനെ വരപ്പിച്ച മാഗസിൻ, അതൊക്കെ കാണാൻ അതൊക്കെ ഉണ്ടോ എന്തോ ഇപ്പോൾ അറിയില്ല. പിന്നെ അന്ന് മാഗസിനുകളിലൊക്കെ ഇതുപോലെ ഒരുപാട് പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ പിന്നെ ഒരുപാട് പേർക്കൊക്കെ. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായി മക്കളൊക്കെ ആയതിനു ശേഷം പിന്നെ വലുതായിട്ട് പടം വരപ്പിലൊന്നുമില്ല. ഇപ്പം വിചാരിച്ചെന്നാ അംഗീകരിക്കട്ടെ, യൂട്യൂബൊന്ന് തെളിക്കാമെന്ന് വിചാരിച്ചിട്ട് വരച്ചാണ്. ക്ലാരിറ്റി കുറവാണ്, എൻ്റെ ഫോണിൻ്റെ ക്യാമറയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് പേരെ കാണത്തുള്ളൂ എന്ന് എനിക്കറിയാം, കുറച്ച് കേൾക്കത്തുള്ളൂ എന്നും എനിക്കറിയാം. എന്നാലും എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. എനിക്കുള്ള ഫോണിൽ പിന്നെ കോപ്പിറൈറ്റ് വരുന്നുണ്ട് ട്യൂണൊക്കെ വരുമ്പോൾ. അതുകൊണ്ടാണ് ഞാനത് മാറ്റാൻ വേണ്ടിയിട്ട്. കോപ്പിറൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ചാനൽ പൂട്ടിപ്പോകുമെന്ന് പറയുന്നതിനെ കൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. സംസാരം ബോറാണ്, സോറി. പിന്നെ പറ്റുമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.